ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ദേവീനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിക്കോ എന്ന് ബാലൻ പറയുന്നുണ്ട്. അപ്പോൾ ഉദയഭാനു ശ്രീകലയും പറഞ്ഞു, ബാല ഒരു അവസരം കൂടി എൻ്റെ മോൾക്കൊന്ന് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ തെറ്റും ചെയ്തത് ഞാനാണ്. ശ്രീകല പോലും ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ശ്രീകല പോലും അറിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ ഗോമതി സ്റ്റോഴ്സിന് പണം മോഷ്ടിച്ചത്. അവക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഈ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാലനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയോ ബാലൻ തരുന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ അതിന്റെ പേരിൽ എന്റെ മകളെ നിങ്ങളിങ്ങനെ ശിക്ഷിക്കരുത്. അവൾക്ക് ആനന്ദം എന്ന് വെച്ചാലും ഈ വീട്ടുകാരെന്ന് വെച്ചാൽ അത്ര ജീവനാണ്. ഞങ്ങളെക്കാളും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവള്. അതുകൊണ്ട് അവൾക്ക് ഇതുവരെ കിട്ടാത്ത പരിഗണനയൊക്കെ ഈ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് അവൾ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ബാല. പ്ലീസ് എന്റെ മോൾക്ക് ഒരു അവസരം, ഒരൊറ്റ അവസരം കൊടുക്കണം ബാല എന്ന് പറയുമ്പോ ബാലൻ പറയുന്നുണ്ട്, നിങ്ങക്ക് തോന്നുന്നുണ്ടോ എന്റെ ഈ വീട്ടിലെ ആൾക്കാരെല്ലാം കൂടി ഇനി അവളെ പഴയ പോലെ സ്നേഹിക്കുന്ന എന്റെ മകൻ അവളെ ഭാര്യയായിട്ട് കാണുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ അവളിവിടെ നിൽക്കണത്? ദേവി, നിന്നോടുള്ള സ്നേഹം കൊണ്ടും ഞാൻ പറയാണ്. നിന്നെ ഒരുപാട് സ്നേഹിച്ചതാണല്ലോ ഈ വീട്ടിലെല്ലാരും. നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഞാനായിരിക്കും ചിലപ്പോ ഈ വീട്ടില്. അതുകൊണ്ട് ഞാൻ നിന്നോട് സ്നേഹത്തോടെ കൂടി പറയാണ്, നീ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ നിന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ ഇറങ്ങിപ്പോണമെന്ന് പറയുമ്പോ ദേവി പറയണ്ട, ബാലച്ച പ്ലീസ് ബാലച്ച, എനിക്ക് ഒരു അവസരം ബാലച്ച, എന്നെ പറഞ്ഞു വിടല്ലേ ബാലച്ച, നിങ്ങളെല്ലാരും കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല ബാലച്ച. അപ്പൊ ആനന്ദ് പറഞ്ഞു, ഓ അവളുടെ അഭിനയം തുടങ്ങി. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അച്ഛ ഇവള് പലപ്പോഴും അഭിനയിച്ചേക്കുന്നത്. ഇതൊക്കെ അവളുടെ അഭിനയമാണ്, പറഞ്ഞയക്ക് അച്ഛ എന്ന് പറയാണ്. അപ്പൊ ഗോമതി പറയണ്ട, അതെ ഇവളിവിടെ നിർത്താൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. മീനാക്ഷിയും ഇത്രയും പറയണ്ട, അമ്മ ഒരു അവസരം ഒന്ന് കൊടുത്തൂടെ എന്ന് പറയുമ്പോഴേക്കും പറ്റില്ല, ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, ഇത് എന്റെയും ബാലേട്ടന്റെയും വീടാണ്, ഞങ്ങളുടെ തീരുമാനമാണ് എന്ന് പറയുമ്പോഴേക്കും പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആര്യനും ആകാശം പറയണ്ട്, വേണ്ട മീനാക്ഷിയും ഇത്ര നിങ്ങളൊന്നും പറയണ്ട, ഇത് ആനന്ദേട്ടന്റെ ജീവിതമാണ്. ആനന്ദേട്ടൻ എന്ത് തീരുമാനം എടുക്കുന്നത് അതിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും നിൽക്കുക. കാരണം ഇത്രയും നാൾ ആനന്ദേട്ടൻ അനുഭവിച്ചില്ലേ, അതുകൊണ്ട് ഇനി ആനന്ദേട്ടന്റെ കൂടെ നിൽക്കാമെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയണ്ട് ആകാശിന്റെ ചെവിയിൽ, ആകാശേ പല കാര്യങ്ങളും നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളുണ്ട്, ആനന്ദേട്ടന് അറിയാത്ത കാര്യങ്ങള്. ദേവിയെടുത്ത് ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം സത്യം പറഞ്ഞ ഈ കുടുംബക്കാരാണ്. ഈ കുടുംബക്കാരോ? അതെ, അലോക് ഈ കുടുംബത്തിലൊരു അംഗം തന്നെയാണല്ലോ, അപ്പുറത്തെ വീട്ടിലാണെങ്കിലും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. അതിനെക്കുറിച്ച് അങ്ങനെ ദേവിയെടുത്ത് പറയാനുണ്ടല്ലോ, പിന്നെ ഇവിടെ പൊട്ടിത്തെറിയൊക്കെ സംഭവിക്കണത്. അതുകൊണ്ട് ദേവിയെടുത്തിനെ നമ്മുടെ കൂടെ വേണം നിർത്താനായിട്ട്. ദേവിയെടുത്ത് ഒരു പാവാണ്, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ആ കാര്യം എടുത്തിട്ടോ ദേവിയെടുത്തി. അപ്പൊ തന്നെ അവരുടെ ഗുണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവര് കാണിച്ച സ്നേഹം കള്ളസ്നേഹമാണെന്ന് എനിക്ക് തോന്നണമെന്നില്ല. മീനാക്ഷി നീ ഒന്നും മിണ്ടാതിരിക്കും. അച്ഛനും അമ്മയും തീരുമാനം എടുക്കണ പോലെ കാര്യങ്ങൾ നടക്കും. മീനാക്ഷി അത് ഇഷ്ടപ്പെടാതെ റൂമിലേക്ക് കയറി പോവാണ്. അപ്പൊ ദേവി കുറെ ബാലന്റെ കാല് പിടിക്കണ്ട്. ബാലച്ച പ്ലീസ് എന്നെ വിടല്ലേ വിടലെന്ന് പറയുമ്പോഴേക്കും ഗോമതി പറഞ്ഞിട്ട്, ഇടി എഴുന്നേക്കടി, നിനക്ക് തൊടാനുള്ള കാല് അർഹതയൊന്നും ഇല്ല എന്റെ ബാലന്റെ കാല് പിടിക്കാനായിട്ടുള്ള. അത് പിടിക്കാൻ ഒരു അർഹതയൊക്കെ വേണോടി, ഇറങ്ങി പോടി വിടുന്ന, പ്ലീസ് 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 അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇറങ്ങി പോകുന്നോ അതോ ഞാൻ നിന്നെ ചൂല് വെച്ച് അടിച്ച് പുറത്താക്കണോ? ബാത്റൂം കഴുകണ ചൂലുണ്ട് ഇവിടെ, ആ ചൂല് വെച്ച് ഞാൻ നിന്നെ അടിച്ച് പുറത്താക്കണ്ടെങ്കിൽ മര്യാദക്ക് ഇവിടുന്ന് പോ അമ്മേ. പ്ലീസ് അമ്മേ, ഞാൻ ഇവിടെ കാല് പിടിക്കാം, എനിക്ക് ഇവിടുന്ന് പോവാൻ നിങ്ങളെ കാണാതെ പറ്റില്ല അമ്മേ. ഞാനൊരു അടക്കളക്കാരിയായിട്ടാണ് ഇവിടെ നിന്നോളാമേ, പ്ലീസ് അമ്മേ ഞാൻ ഇവിടെ നിന്നോട്ടെ അമ്മേ എന്ന് ചോദിക്കുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. ഉദയഭാനു സ്ത്രീകളെ മര്യാദയ്ക്ക് വിളിച്ചിട്ട് പോ. അല്ല നിങ്ങൾ എന്തോ പറഞ്ഞല്ലോ, നിങ്ങളുടെ മോളുടെ എന്തോ ജാതകത്തിന്റെ പ്രശ്നം, അതെന്താന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ദേവി ഉദയഭാനുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ, വേണ്ട അത് പറയണ്ട, അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന രീതിയിൽ വേണ്ട അത് പറയണ്ടെന്ന് പറയാണ്. ഒന്നുമില്ല, നിങ്ങൾക്ക് എന്റെ മോളെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കും, ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇറങ്ങി പോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിനെ പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്യണത്. സ്ത്രീകൾക്ക് ഉദയഭാനുക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അവര് വാതിൽ ലോക്ക് ചെയ്യുമ്പോഴേക്കും ഉദയഭാനു സ്ത്രീകളെയും പറഞ്ഞിട്ട്, വേണ്ട മോളെ, നിന്റെ അച്ഛനും അമ്മക്കും ജീവനോടത്തോളം കാലം നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം. എങ്ങനെ നോക്കിക്കോളാം നിങ്ങൾ പറയണത്? മടുത്തു, എനിക്ക് ജീവിതം മടുത്തു എന്ന് പറയുമ്പോഴേക്കും സ്ത്രീകളെയും ഉദയഭാനൊന്ന് ഷോക്ക് ആവട്ടെ. മോളെ നീ അങ്ങനെ പറയല്ലേ, നോക്ക് ഇത്രയും നാള് ഓരോരോ സെക്കൻഡും നിന്നെ കുറിച്ച് പേടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നീ അത്രയും നാള് നീ സുഖമായിട്ട് ജീവിക്കണം, നിനക്കൊരു കുഞ്ഞിനെ തരണം ദൈവം, ആ കുഞ്ഞിനെ കണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാന്ന് വെച്ചിട്ടൊരു ആഗ്രഹം കൊണ്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്ന് പറയാണ്. ദേവി പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പൊ എന്തായി? ഉണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടും ചെയ്തു, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. പാവപ്പെട്ട ഈ കുടുംബത്തെ ചതിച്ചും വഞ്ചിച്ചും എന്താഗ്രഹം നടത്താനായിട്ടാണ്? വേണ്ട, ഇനി ഒന്നും വേണ്ട, ഇനി ഈ കുടുംബത്തിനെ ചതിക്കാൻ ഞാൻ ഇല്ല മോളെ എന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ വീടോ? അതിന് നമുക്ക് വീടുണ്ടോ മോളെ? നമ്മൾ വാടക വീട്ടിൽ നിൽക്കുന്നില്ലേ, അവിടെയെങ്കിലും പോവാം. കഴിക്കാൻ ഭക്ഷണം ഇല്ലെങ്കിലും വലിയൊരു വീടെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് വാടക കൊടുത്തിട്ട് എത്ര നാളായി? ഇല്ല, ഞാൻ എവിടേക്കും ഇല്ല, ഞാൻ വല്ല അമ്പലനടയിലോ പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്ന് പിച്ചെടുത്തെങ്കിലും ജീവിച്ചോളാം, നിങ്ങൾ പോവാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി അവരുടെ കൂടെ പോകുന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ദേവിനെ പിന്നെ കാണാതാവുകയാണ് ചെയ്യണത്. അങ്ങനെ ഒരു ഇച്ചിരി 2 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രീകലയും ഉദയഭാനും ദേവിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ദേവിനെ കണ്ടു കിട്ടുന്നേയില്ല. അവസാനം ഉദയഭാൻ ആ മഹാസത്യം വിളിച്ചു പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, ദേവിയുടെ ജാതക ദോഷം എന്താണെന്നുള്ള കാര്യം.
അങ്ങനെ ഉദയഭാന അവസാനം 2 വെള്ളം അടിച്ചിട്ട് നമ്മുടെ ദേവമംഗലത്തിലേക്ക് കയറി വരുവാണ്. എൻ്റെ മോളെ നിങ്ങളൊന്ന് പടി അടച്ചു വിട്ടില്ലേ, എൻ്റെ മോളെ എവിടെ പോയിന്ന് എനിക്കറിയില്ല. അവള് ജനിച്ച കാലം മുതൽ ഇതുവരെ ഞങ്ങൾ പേടിച്ചിട്ടാണ് ഞങ്ങളെ മോളെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇത്രയും നാൾ ഞങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അവൾക്കൊരു ജാതക ദോഷം ഉണ്ടെന്ന്, അതെന്താണെന്ന് പോലും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ല. അവള് സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പൊ കുടിച്ചതിന്റെ പുറത്ത് ഞാൻ ആ സത്യം പറയാൻ വേണ്ടി പോവാണ്. നിങ്ങക്ക് സത്യമൊക്കെ പറയാൻ അറിയാവോ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് വീണ്ടും കളിയാക്കാണ്. ഉദയഭാൻ പറയുന്നുണ്ട്, നിർത്തടാ, ഏതൊരു മനുഷ്യനും കള്ളം പറയാനും ചതി കാണിക്കാനും മോഷ്ടിക്കാനൊക്കെ ഒരു കാരണം ഉണ്ടാകും. നിനക്കറിയാവോ, ഞങ്ങൾ വലിയ കുടുംബക്കാർ തന്നെയായിരുന്നു. അത് ഞാൻ എല്ലാവർക്കും കണ്ണടച്ച് പണം കൊടുത്തായിരുന്നു, കടം കൊടുത്തു, അവരെല്ലാം എന്നെ മുടിച്ചു, ബിസിനസ്സിലേക്ക് ഇറങ്ങി, ആ ബിസിനസ് തകർന്നു പോയി. അങ്ങനെയാണ് ഞങ്ങൾ ഈ അവസ്ഥയിലായത്. അത് പക്ഷെ കള്ളും പറഞ്ഞു നോണ പറഞ്ഞിട്ട് ഞാൻ ഇത്രയും വരെ എത്തി. അത് എന്റെ തെറ്റാണ്, അല്ലാതെ എന്റെ മകളുടെ തലയിൽ നിങ്ങൾ കെട്ടിവെക്കണ്ട. എന്റെ മകളുടെ ജാതകദോഷം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ, വേറൊന്നുമല്ല, അവൾക്ക് ആയുസ് 27 വയസ്സ് വരെ അവൾക്ക് ആയുസുള്ളൂ എന്നായിരുന്നു. അവള് കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞായിട്ട്, അത്രയും കുറച്ച് നാളുകളിൽ കുഞ്ഞായിട്ട് ജീവിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അവളില്ലാതായാലും അവളുടെ കുഞ്ഞിനെ കാണണമെന്നൊരു ആഗ്രഹം, അതിലൂടെ അവളെ കാണാലോ എന്നൊരു ഞങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടാണ് അവളെ പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് നോക്കിയത്. ജാതകം കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവളുടെ ജാതകം നോക്കി പണോ പൊന്നോ ഒന്നും അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവളെ ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ജാതകം നോക്കുമ്പോൾ എല്ലാവരും പേടിച്ചു പോകും. 10-27 വർഷം, ഒരു 5-6 വർഷം കൂടെ ജീവിക്കാണ്ട് ഒരു പെണ്ണിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പോയത്. അവസാനം നിങ്ങൾ ജാതകം നോക്കില്ല, ദേവീനെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് നമ്മുടെ ബാലൻ പറഞ്ഞപ്പോഴേക്കും ആ ഒരു ഇതിലാണ് പല കള്ളങ്ങളും പറഞ്ഞത്. എൻ്റെ മകൾ ദേവി ഇനി കുറച്ച് വർഷം മാത്രമേ ജാതക പ്രകാരം അവൾക്ക് ആയുസുള്ളൂ. ആ ഒരു സമയത്ത് അവൾ സമാധാനത്തോടെയും ഭർത്താവിൻ്റെ ആ ഒരു സുഖത്തോടെയും സന്തോഷത്തോടെയും ഭർത്താവിൻ്റെ ആ ഒരു പരിഗണനയൊക്കെ കിട്ടി അവൾ ജീവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് തെറ്റാണോ? നാളെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ജാതകദോഷം കാരണം എൻ്റെ മോൾ എത്രമാത്രം അനുഭവിച്ചെന്നറിയാവോ. അവൾക്കൊന്ന് നല്ല ആലോചനകൾ മുടങ്ങിപ്പോയി. അവളൊരു നല്ല രീതിയിൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കൂടെ അവൾ ഉള്ള കാലത്ത് ജീവിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതെൻ്റെ മാത്രം അത്യാഗ്രഹം. അവൾ പലവട്ടം പറഞ്ഞു അവൾ മരിക്കുന്ന സമയത്ത് മരിച്ചോട്ടെ എന്ന്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ മരണത്തിന് അവളെ വിട്ടെറിഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? അവളുടെ കുഞ്ഞിനെങ്കിലും കാണണമെന്നൊരു ആഗ്രഹം, അതിലൂടെ അവളെയല്ലേ കാണാൻ പറ്റുന്നത്. ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തു പോയത്. ഇനി നിങ്ങളിത് വിശ്വസിക്കേ. അവളുടെ ജാതകം നിങ്ങൾ കണ്ടോ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇനി എനിക്ക് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇതും കൂടി നിങ്ങളുടെ പറയണമെന്ന് തോന്നി. എൻ്റെ മോൾ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല, എൻ്റെ മോൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉദയഭാനു അവിടെ നിന്ന് പോവാണ്. അപ്പൊ എല്ലാവരും ഷോക്കായി പോവാട്ടോ. കാരണം നമ്മുടെ ദേവിയുടെ ആ ഒരു ജാതകദോഷം അറിയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് മീനാക്ഷി പല കാര്യങ്ങളും ആനന്ദിനോട് പറയണം. ആനന്ദേട്ടൻ അറിയാത്ത വേറെ കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട്. ദേവിയെടുത്ത് കാരണമാണ് ആനന്ദേട്ടന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ശരിക്കും അത് ദേവിയെടുത്ത് കാരണമല്ല, അപ്പുറത്തെ അലോക് കാരണമാണ്. അലോകാണ് ദേവിയെടുത്ത കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം എന്നും കൂടി പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ദേവിയെടുത്ത ആ ഒരു വിഷമം, ആ ദേവിയെടുത്തുള്ള ദേഷ്യമൊക്കെ അവിടെ വെച്ചിട്ട് അലിഞ്ഞു പോവുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നല്ല നല്ല എപ്പിസോഡ്സിന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.